ഹലോ. രാവിലെ എണീറ്റുടൻ തന്നെ നമ്മൾ കിടക്കണ ഷീറ്റുകളൊക്കെ ഒന്ന് മടക്കി പിന്നെ ജനലൊക്കെ ഒന്ന് തുറന്നിട്ടാൽ തന്നെ ഒരു പോസിറ്റീവ് വൈബാണ്. ഒട്ടുമിക്ക ആളുകളും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. എന്നിരുന്നാലും നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ കിടക്കുന്ന ഷീറ്റ് മടക്കി വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ എന്നിട്ട് നമ്മൾ പെർഫ്യൂംഡ് ക്യാൻഡിൽസ് ഉണ്ടല്ലോ, അതൊന്നാൾ വാങ്ങിച്ചത് ഓൺലൈനിൽ നിന്ന്. അപ്പോൾ അതൊന്ന് കത്തിച്ച് വെക്കും. അപ്പം അതിൽ നിന്ന് നല്ലൊരു മൈൽഡ് ആയിട്ടുള്ളൊരു മണവും എല്ലാം കൂടെ ആകുമ്പോൾ നല്ലൊരു പ്ലസൻറ്റ് മൂഡാണ്. അപ്പോൾ ഇത് നിത്യവഴുതന എന്ന് പറയുന്നൊരു ചെടിയാണ് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് കുട്ടി കുട്ടി കായകൾ വരുന്നൊരു ചെടിയാണ്. വഴുതനയെന്ന് പറഞ്ഞാലും വഴുതനങ്ങ പോലൊന്നുമല്ല, ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിൽ വരുന്നൊരു കായാണ്. പക്ഷേ ഇത് മെഴുക്കുവരട്ടി വെക്കാൻ നല്ലതാണ്. അപ്പോൾ ഇത് ഉള്ളിയൊക്കെ ഇട്ട് പച്ചമുളകൊക്കെ ഇട്ട് മെഴുക്കുവരട്ടി വെച്ചാൽ അടിപൊളിയാണ്. അപ്പോൾ എനിക്ക് ഇതിപ്പോൾ ഉള്ള സ്ഥലത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ കുറച്ച് സാധനങ്ങൾ നട്ടിട്ടുണ്ടെന്ന്, അതിലൊന്നാണ് ഇത്. അപ്പോൾ അത് ഇത്രയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഇതും പിന്നെ അതുപോലെ തന്നെ ഒരു വെള്ളരിക്ക ഉണ്ടായിരുന്നു. ആകെ ഒരെണ്ണേ പിടിച്ചുള്ളൂ, പക്ഷേ പിടിച്ചത് നല്ലതുപോലെ വലുതായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മുറിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു പീസ് എടുത്ത് ചെത്തിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് നിത്യവഴുതനയും ഈ വെള്ളരിക്കായും ആണ് കറി വെക്കാൻ പോകുന്നത് മെയിനായിട്ട്. അപ്പോൾ വെള്ളരിക്ക കറിയുടെ റെസിപ്പിയാണെന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ വെള്ളരിക്ക ചെത്തി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് നമ്മളൊരു 3 പച്ചമുളകും കൂടെ ചേർത്തിട്ട് പിന്നെ അതിനകത്ത് നമ്മൾ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് വേവാൻ വെക്കുക. ഇത് വെജിറ്റേറിയൻസിനൊക്കെ പറ്റിയൊരു കറി, അടിപൊളി കറിയാണ് കേട്ടോ. ഇത് മാത്രം മതി ചോറുണ്ണാൻ. അപ്പോൾ അതൊന്ന് വെന്ത് ഈ ഒരു പരുവാകുമ്പോൾ ഒരു തക്കാളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മുളക് പൊടിയും ജീരകവും ഒരു 3-4 ചുവന്നുള്ളിയും കൂടെ നല്ലപോലെ ഒന്ന് അരച്ചെടുക്കുക. അപ്പോഴത്തേനും നമ്മൾ അതിൽ ഇത്തിരി മഞ്ഞൾപ്പൊടി കഷ്ണത്തിലിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒന്ന് തിളയ്ക്കുമ്പോൾ നമ്മൾ അരപ്പൊഴിച്ച് കൊടുക്കുക. അരപ്പും കൂടെ ഒഴിച്ച് കൊടുത്ത് ഉപ്പൊക്കെ ഒന്ന് നോക്കിയിട്ട് പിന്നെ അവസാനം നമ്മൾ കടുക് വറുത്തൊഴിക്കുക കേട്ടോ. ഞാനത് കറിവേപ്പിലയും കടുകും മാത്രമാണ് ഒഴിച്ചിട്ടുള്ളത്. ഉണക്കമുളകും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. അപ്പോൾ നമ്മുടെ മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതും നല്ല ടേസ്റ്റായിട്ടുള്ളൊരു മെഴുക്കുവരട്ടി. ഞാനൊരു വഴുതനങ്ങയും കൂടെ ചേർത്തു അതിൽ കേട്ടോ. അപ്പോൾ നമ്മളിത് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഊണിന് സമയത്ത് നമ്മുടെ മെഴുക്കുവരട്ടിയും അതുപോലെ തന്നെ നമ്മുടെ വെള്ളരിക്ക കറിയും എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്തൊരു 2 പപ്പടവും, പിന്നെ ഇന്ന് സ്പെഷ്യലായിട്ട് മീനൊന്നും മേടിച്ചില്ല. കഴിഞ്ഞ ദിവസം വാങ്ങിച്ച മീൻ അതൊന്ന് വറുത്തെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ചെടികളൊക്കെ ഒന്ന് കാണാം. കാര്യം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീട്ടിൽ പോയിട്ട് നിന്ന് കഴിഞ്ഞപ്പോഴത്തേനും അങ്ങ് വല്ലാണ്ടായി പോയെന്ന്. ശരിയായിരുന്നു, ഒട്ടുമിക്കതും അങ്ങ് വല്ലാതെ നിൽക്കുകയായിരുന്നു. അപ്പോൾ വളമൊക്കെ ഇച്ചിരി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ റിസൾട്ടാണ് ഈ കാണുന്നത്. എല്ലാം നല്ല അടിപൊളിയായിട്ട് ഹെൽത്തി ആയിട്ട് പൂത്ത് നിൽപ്പുണ്ട്. റോസിലൊക്കെ മുട്ടുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെടി ഇതൊക്കെ എൻ്റെ സന്തോഷങ്ങളാണ് കേട്ടോ. അപ്പോൾ സന്ധ്യയായപ്പോഴത്തേനും വിളക്ക് കത്തിക്കാനുള്ള ഒരുക്കങ്ങളിലേക്ക് പോയി എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചു. ഞങ്ങൾ പ്രാർത്ഥിക്കാനുള്ള കാര്യങ്ങളിലേക്ക് കടന്നു. അപ്പോൾ സപ്പോർട്ട് മീ. താങ്ക് യു.